കേരളത്തിലുണ്ടായിട്ടുള്ള വിധിയെഴുത്ത് പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ്. ആ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. വടകരയിലെ ജനങ്ങൾ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചു. രണ്ട് ഭരണകൂടങ്ങളുടെയും പരാജയത്തെ അവർ തുറന്നു കാണിച്ചു. വർഗീയതയും അക്രമ രാഷ്ട്രീയത്തെയും അവർ ഒരുപോലെ എതിർത്തു. നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും ഐക്യത്തിനും അവർ വോട്ട് രേഖപ്പെടുത്തി. ആ വോട്ടുകളാണ് ഞങ്ങളെ ജയിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, വാക്കുകൊണ്ട് നന്ദി പറയാൻ കഴിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ ശിരസ വഹിക്കുന്ന തരത്തിൽ ഇവിടുത്തെ പാർട്ടി നടത്തിയ ഇടപെടലുകൾ, DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒറ്റ മനസ്സോടെ നടത്തിയ ഇടപെടലുകൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആവേശോജ്വലമായ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം, പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ പാറക്കൽ ഉൾപ്പെടെയുള്ള നേതൃത്വം, ഇവിടുത്തെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനം, അക്രമ രാഷ്ട്രീയത്തോട് സന്ധിയില്ലാതെ പൊരുതി അതിജീവനത്തിന്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന RMPയുടെ നേതൃത്വത്തിൽ അവർ മുന്നണിയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ, എൻ്റെ യുവ സുഹൃത്തുക്കൾ UDYFൻ്റെയും UDSFൻ്റെയും യുവ സുഹൃത്തുക്കളുടെ പോരാട്ടം, ഇവിടെ പ്രിയപ്പെട്ട ശ്രീ PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള മിസബും CK ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തിയിട്ടില്ല. വനിതാ ലീഗിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ, ഓരോ പോഷക സംഘടനകളും, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒരു കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയ വിജയമാണ്. ആ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ വടകരയിലെ ജനങ്ങൾ അവർ ജാതി മത ചിന്തകൾക്ക് ഇന്ന് എത്ര ഫോൺ കോളുകളാണ് അമ്പലങ്ങളിൽ അവർ നേർന്ന പൂജകളെ സംബന്ധിച്ച്, അവരുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച്, അവർ ഇനിയും ചെയ്ത നേർച്ചകളെ സംബന്ധിച്ച് ഇവർ എത്ര ഫോൺ കോളുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പലരും പ്രാർത്ഥനകൾ നടത്തിയതിനെ സംബന്ധിച്ച് എല്ലാ മതവിശ്വാസികളും, അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒക്കെ എല്ലാവരും ചേർന്ന്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് എല്ലാവരുടേതുമാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ 50% വോട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലെവിടെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വിവേചനം? അതുകൊണ്ട് ഇതിനെ വടകരയുടെ രാഷ്ട്രീയ വിജയമായിട്ട് എല്ലാവരും അംഗീകരിക്കുക. അതിന് ജനങ്ങളുടെ തീരുമാനത്തെ ആ സ്പിരിറ്റിൽ, ഫുൾ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എല്ലാവരും അംഗീകരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാവണമെന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ വടകരയിലെ ജനങ്ങളോടും UDFൻ്റെ പ്രവർത്തകരോടും ഒരു പ്രൊവോക്കേഷനും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരാളെയും ആക്ഷേപിക്കാനോ ഒരാളെയും തെറിവിളിക്കാനോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഒരു കാരണമായി നമ്മൾ കാണുന്നില്ല. നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ ഒന്നും ഒരാളുടെയും സമാധാന ജീവിതത്തെ കെടുത്താനുള്ളതല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും സമാധാനത്തോടെ, എന്നാൽ ആവേശം ഒട്ടും കുറയാതെ തന്നെ നിയമം പാലിച്ച്, ഇപ്പോൾ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്തിനകത്ത് നിയമം പാലിച്ച് ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയാനിറങ്ങും. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾ ഒപ്പിയെടുത്തു. അത് കേരളത്തിലെ തന്നെ ആവേശമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാക്കി നിങ്ങൾ മാറ്റി. സത്യസന്ധമായി അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചവരോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.